ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട 1-2 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻസ് എ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടാ വരുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് CnH2n-2 എന്നുള്ളത്. അതായത് കാർബണിന്റെ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ നിന്ന് 2 കുറയ്ക്കണം. അങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതില് ഒന്നാമത്തെ ആണെങ്കിൽ C5H12, അതായത് 5ന്റെ ഇരട്ടിയെ കാട്ടി 2 കൂടുതലാണത്. അപ്പൊ അത് പറ്റത്തില്ല. ഇനിയും C2H2 എന്ന് പറഞ്ഞാലോ, C2H2-ല് Cn എന്ന് പറയുന്നത് 2 ആണ്. Hൽ അവിടെ 2 വന്നത് എങ്ങനെയാണ്? 2ന്റെ ഇരട്ടിയിൽ നിന്ന് 2 കുറച്ചു, അതായത് 4 - 2 = 2. അപ്പൊ ഹൈഡ്രജന് 2 വന്നു. അപ്പൊ കറക്റ്റ് ആൻസർ C2H2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. ഒരു ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ലോങ്സ്റ്റ് ചെയിൻ ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബണിലെ ഏറ്റവും നീളം കൂടിയ ലോങ്സ്റ്റ് ചെയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കറിയാം ഇതിലേതാണ് വലിയ ചെയിൻ എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ 1, 2, 3, 4, 5 കാർബൺ ആറ്റംസ് ഉണ്ട്. തിരിച്ച് താഴോട്ട് നോക്കിയാലോ, ഇവിടെയും 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ 5 കാർബൺ ആറ്റം ഉള്ള ചെയിനിനെയാണ് ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ എന്ന് ഇരിക്കുന്നത്. അപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 5 എന്നാണ്. അടുത്തത്, ഗീവ് ദ നെയിം ഓഫ് ദി ബ്രാഞ്ച്. ഇതിന്റെ ബ്രാഞ്ചിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതായിരിക്കും. CH3 ആണ് ബ്രാഞ്ച്. അപ്പം ബ്രാഞ്ചിന്റെ പേരെന്ന് പറയുന്നത് മീഥൈൽ എന്നായിരിക്കും. മീഥൈൽ എന്നാണ് ബ്രാഞ്ചിന്റെ പേര്. അടുത്ത, വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എത്രയാണെന്നാണ് C എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ചൊല്ലുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ വേണം ബ്രാഞ്ചിന് വരാൻ. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്യുമ്പോൾ 2, 3, 4, 5. 4ാമത്തെ കാർബൺ ആറ്റത്തിലാണ് മീഥൈൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്യുമ്പോൾ 2ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ നമുക്ക് നെയിം ഓഫ് ദി ബ്രാഞ്ച് എന്ന് ഏതാണ്? വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് 2ാമതാണെന്ന് എഴുതാൻ പറ്റും. ഇനി റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതുക എന്നുള്ളതാണ് ഡി എന്ന് പറയുന്ന ആൻസർ. നമുക്കറിയാം ആദ്യം ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതണം. 2-methyl 2-methyl. ഇനി നമുക്ക് ഏറ്റവും വലിയ ബ്രാഞ്ചിന്റെ പേര്, 5 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് വീട് റൂട്ട് പെന്റ് ആണ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതും? പെന്റെയിൻ. 2-methyl pentane എന്നാണ് ഇതിന്റെ IUPAC നെയിം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബോക്സിൽ കുറെ കോമ്പൗണ്ടുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യന് യോജിച്ച കോമ്പൗണ്ടുകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ കാർബോക്സിലിക് ആസിഡ്. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡിൽ എന്ത് കാണും? COOH എന്ന് കാണും. അപ്പൊ ഇതിലെ കാർബോക്സിലിക് ആസിഡ് ഏതായിരിക്കും? എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ CH3COOH എന്നായിരിക്കും. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, വിച്ച് കോമ്പൗണ്ട് ഈസ് ആൻ എസ്റ്റർ. എസ്റ്റർ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ COO എന്ന് കാണും. എസ്റ്റർ ഉണ്ടാക്കുന്നത് ഒരു കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടെ ചേർന്നാണ്. അപ്പം ബി എന്ന് പറയുന്നത് ഇതിനകത്ത് എസ്റ്റർ ഏതാണെന്ന് ചോദിച്ച ആൻസർ CH3COOCH2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ എഥനോൾ. ഇതിനകത്ത് എഥനോൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എഥനോളില് OH കാണുമെന്ന് നമുക്കറിയാം. OH കാണും. ഇതില് OH ഉള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? CH3
CH2OH. CH2OH ആയിരിക്കും ഇവിടുത്തെ എഥനോൾ എന്ന് പറയുന്നത്. ഇതായിരിക്കും സിയുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഡി ചോദിച്ചിരിക്കുന്നത് which substance is used in the industrial preparation of ethanol? എഥനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഇതിൽ ഏതാണെന്നാണ്. ഇനി നമുക്കറിയാം അവശേഷിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്? C12H22O11. അത് ഷുഗർ ആണ്, അല്ലെങ്കിൽ മൊളാസസ് എന്ന് പറയും.